ആകാശവാണി വാർത്താവീക്ഷണം. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. തയ്യാറാക്കിയത് ശ്രീലത വി.എസ്., മാധ്യമപ്രവർത്തക. അവതരണം സോഫിയ ഡാനിയൽ. ഇന്ന് ലോക വയോജന പീഡനത്തിനെതിരെയുള്ള ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നു. മനുഷ്യജീവിതത്തിന്റെ അനിവാര്യമായ ഘട്ടമാണ് വാർദ്ധക്യം. ബാല്യവും യൗവനവും പിന്നിട്ട് പ്രായമേറുന്തോറും ജീവിതാനുഭവങ്ങളുടെയും ജ്ഞാനത്തിന്റെയും സമ്പന്നമായ ഒരു കാലഘട്ടത്തിലേക്കാണ് ഓരോ വ്യക്തിയും കടന്നു ചെല്ലുന്നത്. കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയവരാണ് വയോജനങ്ങൾ. അവരുടെ അനുഭവ സമ്പത്ത് പുതിയ തലമുറയ്ക്ക് വഴികാട്ടിയാണ്. അതുകൊണ്ടുതന്നെ വയോജനങ്ങളെ ആദരിക്കുകയും സംരക്ഷിക്കുകയും അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ആധുനിക ജീവിതശൈലിയും കുടുംബഘടനകളിലുണ്ടായ മാറ്റങ്ങളും സാമൂഹിക ബന്ധങ്ങളിലെ അകൽച്ചയും കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വയോജനങ്ങൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പലതരത്തിലുള്ള പീഡനങ്ങൾക്കും അവഗണനകൾക്കും ഇരയാകുന്ന സാഹചര്യം വർദ്ധിച്ചു വരികയാണ്. ഈ യാഥാർത്ഥ്യം ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും വയോജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം സൃഷ്ടിക്കാനുമായി ഐക്യരാഷ്ട്രസഭ ജൂൺ 15 ലോക വയോജന പീഡനത്തിനെതിരെ ബോധവൽക്കരണ ദിനം അഥവാ വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ആയി ആചരിക്കുന്നു. ലോകമെമ്പാടും വിവിധ പരിപാടികളോടെ ഈ ദിനം ആചരിക്കപ്പെടുന്നു. 2026 പ്രമേയം അവബോധത്തിനപ്പുറം വൃദ്ധജന ദുരുപയോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ്. ആഗോളതലത്തിൽ വയോജന പീഡനം തടയുന്നതിലും പ്രതികരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു ഉന്നതതല പാർശ്വ പരിപാടിയിലൂടെ UN സാമ്പത്തിക സാമൂഹിക കാര്യ വകുപ്പും അതിന്റെ പങ്കാളികളും ഈ ദിനത്തെ നോക്കിക്കാണുന്നു. ഹെൽപ്പേജ് ഇന്ത്യ പോലുള്ള സംഘടനകൾ കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള വാർദ്ധക്യത്തിനായി വാദിച്ചും ദുരന്ത കാലാവസ്ഥാ പൊരുത്തപ്പെടുത്തൽ ആസൂത്രണത്തിൽ പ്രായമായവരെ പിന്നോട്ട് തള്ളുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയും ഈ ദിനം ആചരിക്കുന്നു. പ്രായമായവരെ ശാരീരികവും സാമ്പത്തികവും വൈകാരികവുമായ പീഡനത്തിന് ഇരയാക്കുന്ന സാംസ്കാരിക സാമ്പത്തിക സാമൂഹിക മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുക, റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ദുരുപയോഗം തിരിച്ചറിയുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും പരിഹരിക്കുന്നതിനും പ്രാഥമികാരോഗ്യ സംരക്ഷണം, സാമൂഹിക സേവനം എന്നീ മേഖലകളെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമാണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങളുമായി ഇടപഴകുന്നതിലൂടെ ലോകത്താകമാനം പ്രായമായവരുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മുന്നേറ്റത്തിൽ പങ്കുചേരാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അതിനായി പ്രാദേശിക വെബിനാറുകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കുന്നതിന് പ്രാദേശിക എൽഡർ കെയർ, ഹെൽപ്പേജ് ഇന്ത്യ പോലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാവുന്നതാണ്. വയോജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള കൂട്ടായ പരിശ്രമങ്ങളുടെ പ്രാധാന്യവും ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വയോജന പീഡനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വയോജനങ്ങൾക്ക് ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ സാമൂഹികമായോ ദോഷം വരുത്തുന്ന ഏതൊരു പ്രവൃത്തിയെയുമാണ്. ചിലപ്പോൾ ഇത് തുറന്ന ആക്രമണമായും ചിലപ്പോൾ അവഗണനയുടെ രൂപത്തിലുമായിരിക്കും പ്രകടമാകുന്നത്. മർദ്ദനം, ഭക്ഷണമോ മരുന്നുകളോ നിഷേധിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ശാരീരിക പീഡനത്തിൽ ഉൾപ്പെടുന്നു. അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ, പരിഹാസം എന്നിവ മൂലം വയോജനങ്ങളുടെ ആത്മവിശ്വാസവും മാനസിക ആരോഗ്യവും തകരാറിലാക്കുന്നത് മാനസിക പീഡനമാണ്. പെൻഷൻ, സമ്പാദ്യം, സ്വത്ത് എന്നിവ ദുരുപയോഗം ചെയ്യുകയോ തട്ടിയെടുക്കുകയോ ചെയ്യുന്നത് ഇന്ന് വർദ്ധിച്ചുവരുന്ന പ്രശ്നമാണ്. ഇത് അവർക്കെതിരെയുള്ള സാമ്പത്തിക ചൂഷണമാണ്. ആവശ്യമായ പരിചരണവും ചികിത്സയും ഭക്ഷണവും നൽകാതിരിക്കുക, ഒറ്റപ്പെടുത്തുക തുടങ്ങിയവ അവരോടുള്ള അവഗണനയാണ്. ഇന്നത്തെ അണുകുടുംബ വ്യവസ്ഥയും തിരക്കേറിയ ജീവിതശൈലിയും കാരണം പല വയോജനങ്ങളും ഏകാന്തത അനുഭവിക്കുന്നു. ജീവിത പങ്കാളിയുടെ വേർപാടും മക്കളുടെ തൊഴിലാവശ്യങ്ങൾക്കായുള്ള വിദൂരത്തെ താമസവും ആരോഗ്യ പ്രശ്നങ്ങളും അവരെ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു. ഡിജിറ്റൽ ലോകത്തിന്റെ വേഗതയോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥയും പലർക്കും സാമൂഹിക അകൽച്ച സൃഷ്ടിക്കുന്നു. ഇനി ഒരു കൂട്ടർ ശാരീരിക അവശതകൾക്കിടയിലും
മക്കളേൽപ്പിക്കുന്ന വീട്ടുജോലിയും പേരക്കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുക, വിളിച്ചുകൊണ്ടുവരിക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ ബാധ്യസ്ഥരായിരിക്കും. അവരുടെ ശാരീരികവും മാനസികവുമായ അവശതകൾ പ്രത്യക്ഷത്തിൽ അവഗണിക്കുന്ന രീതികൾ ഉൾപ്പെടെ ഒന്നും സഹിക്കാൻ ഏതൊരു പ്രായമായ വ്യക്തിക്കും സാധ്യമല്ല. ക്രമേണ അവർ നിരാശയിലേക്കും വിഷാദത്തിലേക്കും വഴുതിമാറും. നല്ല പ്രായം മുഴുവനും കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ജീവിച്ച അവർക്ക് സമാധാനപരമായ ഒരു വാർദ്ധക്യകാലം നിഷേധിക്കാമോ? അത് യുവതലമുറ പ്രായമായവർക്ക് നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് അവരുടെ അവകാശമാണ്. വയോജനങ്ങൾ സമൂഹത്തിന്റെ അനുഭവങ്ങളുടെ കലവറയാണ്. കുടുംബത്തിന്റെ മൂല്യങ്ങളും സംസ്കാരവും പാരമ്പര്യവും അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുന്നതിൽ അവർക്ക് വലിയ പങ്കുണ്ട്. കുട്ടികളുടെ വളർച്ചയിലും കുടുംബത്തിന്റെ ഐക്യത്തിലും അവരുടെ സാന്നിധ്യം നിർണായകമാണ്. അതിനാൽ അവരുടെ ജീവിതം സുരക്ഷിതവും സന്തോഷകരവും അന്തസ്സുള്ളതുമാക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. പണ്ട് വൃദ്ധരായവർക്ക് ആൺപെൺ വ്യത്യാസമന്യേ കുടുംബത്തിലും സമൂഹത്തിലും പ്രത്യേക പരിഗണനയും സ്നേഹവും ബഹുമാനവുമൊക്കെ നൽകിയിരുന്നു. ഇന്നത്തെ കുടുംബ വ്യവസ്ഥിതിയിലും കാഴ്ചപ്പാടിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഈ അവസ്ഥ തിരുത്തണമെന്ന് നമുക്ക് തന്നെ തോന്നുമാറ് അത് വളർന്നു കഴിഞ്ഞു. വയോജനങ്ങളോട് ആദരവോടെയും സ്നേഹത്തോടെയും പെരുമാറുക. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും തീരുമാനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യുക. ആരോഗ്യ പരിചരണവും സുരക്ഷിതമായ ജീവിത സാഹചര്യവും ഉറപ്പാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ചൂഷണമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങൾ അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ഏകാന്തത ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുക. തുടങ്ങിയ കാര്യങ്ങൾ ബോധപൂർവം ചെയ്താൽ ഈ അവസ്ഥയ്ക്ക് വളരെയധികം മാറ്റം വരുത്താൻ കഴിയും. വയോജന സൗഹൃദ സമൂഹം രൂപപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം. വയോജനങ്ങൾക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും അവരെ സമൂഹത്തിന്റെ സജീവ ഭാഗമാക്കി നിലനിർത്തുകയും ചെയ്യാം. ഇന്ത്യയിൽ വയോജനങ്ങളുടെ ക്ഷേമത്തിനായി മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 നിലവിലുണ്ട്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. കൂടാതെ വിവിധ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും വയോജന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. വാർദ്ധക്യം ഒരു ഭാരമല്ല, മറിച്ച് ജീവിത അനുഭവങ്ങളുടെ ശേഖരമാണ്. ഇന്ന് നാം കാണുന്ന പുരോഗതിയുടെ അടിത്തറ പാകിയത് ഇന്നത്തെ വയോജനങ്ങളാണ്. അതിനാൽ അവരുടെ ജീവിത സായാഹ്നം സുരക്ഷിതവും സന്തോഷപൂർണവും അഭിമാനകരവുമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. 2026 ലോക വയോജന പീഡന ബോധവൽക്കരണ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേയൊരു സന്ദേശമാണ്: വയോജനങ്ങളെ സംരക്ഷിക്കാം, ആദരിക്കാം, അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കാം. ഇന്നത്തെ വയോജനങ്ങൾ ഇന്നലെയുടെ യൗവനമാണ്, ഇന്നത്തെ യുവത്വം നാളെയുടെ വാർദ്ധക്യവും. അതിനാൽ വയോജനങ്ങളെ ആദരിക്കുന്നത് നമ്മുടെ ഭാവിയെ ആദരിക്കുന്നതിന് തുല്യമാണ്. അത് രാജ്യസംസ്കാരത്തിന്റെ പ്രതിഫലനമാണ്. ഇന്നലെകളില്ലാതെ ഇന്ന് ഇല്ലാത്ത പോലെ വയോജനങ്ങളില്ലാതെ യുവജനങ്ങൾ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് സാംസ്കാരികമായി ഉയർന്നവർ എന്ന് കരുതുന്ന നമ്മുടെ സമൂഹത്തിന് ഉണ്ടായേ മതിയാവൂ. ആ തിരിച്ചറിവിലൂടെ പുരോഗതിയുണ്ടായാലേ ഏത് രാജ്യവും നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം.